ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ആമി പോയി കഴിഞ്ഞ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ നമ്മുടെ വണ്ടി ഇടിച്ച കാര്യങ്ങൾ അതുപോലെ മറ്റു വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സച്ചി രേവതിയോട് പറയുവാണ്, എന്തൊക്കെയോ കള്ളക്കളികൾ ഇവിടെ നടക്കുന്നുണ്ട് രേവതി, അതെനിക്ക് തോന്നി. ശ്രുതിയെയും കുറിച്ച് ആമി പറഞ്ഞത് രേവതി കേട്ടില്ലായിരുന്നോ എന്ന് സച്ചി ചോദിച്ചു. അപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടെന്ന് രേവതിയും സച്ചിയോട് പറയുക. ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയതിൻ്റെ പിന്നിലെ ലേഡിയെ അവർക്കറിയാം. എന്നിട്ടും ശ്രുതി അവർക്കെതിരെ പരാതിയൊന്നും ഇതുവരെ പോലീസിൽ കൊടുത്തിട്ടില്ല. നമ്മൾ അറിയാത്തതായിട്ടുള്ള എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് രേവതി, അത് ഉറപ്പാണെന്ന് സച്ചി രേവതിയോട് പറയുക. അച്ചമ്മയൊന്ന് വന്നോട്ടെ, നമുക്ക് കണ്ടുപിടിക്കാം, എല്ലാം പൊട്ടിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഇരിക്കുന്നു. കള്ളത്തരം കാണിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഓരോന്ന് പറഞ്ഞ് അവർ തടി തപ്പിക്കൊണ്ടിരിക്കുക. ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കൊടുക്കേണ്ട പണി കൊടുക്കണം. അവർക്ക് കൂടുതൽ കാലമൊന്നും നമ്മളെ വിഡ്ഢികളാക്കാനേ പറ്റത്തില്ല. ഞാനിതിന് ഒരവസാനം ഉണ്ടാക്കും, അതിനൊരു സംശയം വേണ്ട. ഈ വീടാകണമെന്നുണ്ടെങ്കിലേ അങ്ങനെ ചിലത് ചെയ്തേ പറ്റുള്ളൂ രേവതി എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇവർ അതും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം കാണിക്കുന്നത് നമ്മുടെ ആൻ്റണിയാണ്. ആൻ്റണിയുടെ അടുത്ത് ഒരു പുള്ളിക്കാരൻ വന്നു. അപ്പോൾ എന്തൊക്കെയോ കൊട്ടേഷൻ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ കൊട്ടേഷൻ കാര്യം സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ഈ രേവതിയുടെ അനിയനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും അവരെ ഉപദ്രവിക്കരുത്, അവരെ വെറുതെ വിടാനൊക്കെ ശരത്ത് പറഞ്ഞ കാര്യമൊക്കെ ആൻ്റണി പറയും. ഞാൻ കരുതിയത് അവന് മനമാറ്റം ഉണ്ടായി, അവൻ നമ്മുടെ കൂടെ വരില്ലെന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശരത്തിനെ പറ്റി പറയുവാണ്. പക്ഷെ പിറ്റേന്ന് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൻ നമ്മുടെ കൂടെ കാശ് പിരിക്കാൻ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആൻ്റണിയോട് കൂടെയുള്ളവൻ. അവൻ്റെ ചേച്ചി വന്ന് വഴക്ക് പറഞ്ഞു കാണും, അതായിരിക്കും അന്ന് അവൻ എന്നോട് വന്ന് അങ്ങനെ പറഞ്ഞത്. ഏത് നിമിഷം അവന് നിറം മാറാം. ആൻ്റണിയേട്ടൻ അവനെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ അതെനിക്ക് നന്നായിട്ട് അറിയാവടാ, അവനെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ അവനെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആൻ്റണി കൂട്ടുകാരനോട് പറയുക. എന്നിട്ടേ തൊട്ടടുത്ത നിമിഷം തന്നെ ഫോൺ എടുത്ത് നമ്മുടെ ശരത്തിനെ വിളിച്ചു. അപ്പോൾ ശരത്ത് ഫോൺ കുത്തിയിട്ടിട്ട് അവിടെ നിന്ന് മാറിയപ്പോഴാണ് കോള് വരുന്നത്. ആൻ്റണി ഏട്ടനാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ കോൾ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇവൻ അവിടെ നിന്ന് മാറി നിന്ന് ഫോണിൽ സംസാരിക്കുക. ഹലോ ശരത്തെ, എന്താടാ, നിനക്കെന്താ സുഖമില്ലേ? ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നത് എന്താടാ എന്ന് ചോദിക്കുമ്പം എനിക്ക് അസുഖമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനിങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ദേവു അതുവഴി വരുന്നത്. ദേവു പെട്ടെന്ന് അവിടെ സ്റ്റക്കായതുപോലെ അങ്ങ് നിന്നു. ഇവൻ എന്താ സംസാരിക്കുന്നത് കേൾക്കാൻ നിൽക്കുക. നീ എന്താ ഓഫീസിൽ വരാത്തേ? 2-3 സ്ഥലത്ത് കാശ് മേടിക്കാൻ പോകാനുള്ളതാ, ഞങ്ങൾ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ ചെല്ല്, ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താ നിനക്ക് പറ്റിയേ? അപ്പോൾ എനിക്കെന്താ പറ്റിയെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ശരത്ത് അന്നേരം ചോദിച്ചു. ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിൽ വെച്ച് നല്ല ഷോക്കാ നിങ്ങൾക്കും എനിക്കൊക്കെ സച്ചേട്ടൻ തന്നതെന്നുള്ള കാര്യങ്ങൾ പറയണു. അതിൻ്റെ പക നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലോ അല്ലേ എന്നൊക്കെ ശരത്ത് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇതെല്ലാം കേൾക്കുവാണ് നമ്മുടെ ദേവു. ആൻ്റണിയേട്ടാ, സച്ചേട്ടനോടുള്ള ദേഷ്യം എൻ്റെ ചേച്ചിയോട് നിങ്ങൾ തീർത്തല്ലേ എന്ന് ചോദിക്കുന്നതും ദേവു കേട്ടു. എന്താണ് നീ പറയുന്നേ? അപ്പോൾ ആക്സിഡൻറ്റിൽ കാലിന് പരിക്ക് പറ്റി പ്ലാസ്റ്റർ ഇട്ടേ നടക്കാൻ പറ്റാതെ എൻ്റെ ചേച്ചി ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെന്നും ആ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ ആൻ്റണിയേട്ടനല്ലേ എന്നും നമ്മുടെ അനിയൻ ചോദിക്കുന്ന ചേച്ചി കേട്ടുകൊണ്ട് നിൽക്കുന്നു. ഞാനോ? നീ എന്തൊക്കെയാടേ പറയുന്നതെന്ന് ചോദിച്ചാൽ ആൻ്റണി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുക. എടാ, ഞാൻ അങ്ങനെ ചെയ്യുമോടാ? നിന്റെ ചേച്ചി എന്ന് പറയാൻ എൻ്റെ കൂടെ ചേച്ചിയല്ലേടാ? നിനക്ക് എന്താടാ പറ്റിയേ? നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനാണത് ചെയ്തതെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം ആരും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം ആൻ്റണിയേട്ടൻ അത് ചെയ്തതെന്ന്. നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഊഹിച്ചോരോന്നൊക്കെ പറയുന്നത്? സച്ചോട് എനിക്ക് ദേഷ്യമുണ്ട്, പകയുണ്ട് എന്ന് കരുതി അവനോടുള്ള ദേഷ്യം തീർക്കാൻ ഞാൻ ചേച്ചി അപകടപ്പെടുത്താൻ നോക്കൂടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര നല്ലവൻ ചമയാണ് ശരത്തിൻ്റെ മുന്നിൽ. അപ്പം നീ എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ശരത്തെ. എടാ, നിനക്ക് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ഒരനിയനെ പോലെ അല്ലേടാ ഞാൻ നിന്നെ കാണുന്നത്, സ്നേഹിക്കുന്നത്. നീ രേവതി ചേച്ചിയെ കാണുന്നത് പോലെ തന്നെയാണ് ഞാനും രേവതി ചേച്ചിയെ കാണുന്നത്. എന്നിട്ടും നീ എന്നെ അപ്പം എന്നോടൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് തിരിച്ചില്ല നമ്മുടെ ദേവുവിനെ കണ്ടു. ഇപ്പം പെട്ടെന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ദേവു അത് കേട്ടു എന്നുള്ളത് ഇവന് മനസ്സിലായി. അപ്പം ശരിയെന്നാൽ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൻ്റണി അവിടെ നിന്ന് ഭയങ്കര ചിരി. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചടാ, ഞാനാണോ അവൻ്റെ ചേച്ചിക്കിട്ട് പണി കൊടുത്തതെന്ന്? ഞാനാണെങ്കിൽ ഇപ്പം അവൻ എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പോണില്ല എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റണി ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുവാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ ദേവു നേരെ ശരത്തിൻ്റെ അടുത്തേക്ക് വന്നു. ശരത്ത് ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക. ശരത്തെ, സത്യം പറ. അപ്പോൾ ശരത്ത് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ശരത്തെ അവിടെ നിൽക്കുക. ചേച്ചി അപകടപ്പെടുത്തിയത് ആൻ്റണി ആണോ? സത്യം പറയാൻ പറഞ്ഞു. ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ അവനാണോ എന്നാണ് ചോദിച്ചത്. അപ്പോഴത്തേക്കും ശരത്ത് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കും. ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പം തന്നെ നമ്മുടെ ദേവു ഓടി അമ്മയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ
അമ്മ ആണെങ്കിൽ അച്ഛൻ്റെ അവിടെ വിളക്കൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ദേവ് വന്നിട്ട് അമ്മേ ഗജാനന്ദൻ സച്ചേട്ടനോട് കള്ളം പറഞ്ഞതല്ല, അവനല്ല ആക്സിഡൻറ്റിന് പിന്നിലെന്ന് പറഞ്ഞു. പിന്നെ ആരാ മോളെ, പിന്നെ ആരാ അത് ചെയ്തത്? ആ ആൻ്റണി ആണോ എന്ന് സംശയം ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ദേവ് പറയുക. പിന്നെ ഇപ്പോൾ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം തന്നെ ഇത് സച്ചേട്ടനോട് പറയണമെന്ന് പറഞ്ഞ് വിളിച്ച് പറയാനായിട്ട് ദേവ് ഫോൺ എടുക്കുമ്പോൾ അമ്മ സമ്മതിച്ചില്ല. അമ്മ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ തടസ്സം പറയുന്നതെന്ന് ചോദിച്ചു. അന്നേരം രേവതി ചേച്ചി ഇല്ലാണ്ടാക്കാനാണ് അവൻ ശ്രമിച്ചത്, അത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അവനെ വെറുതെ വിടണമെന്നാണോ അമ്മ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം മോളെ പേടി കൊണ്ടാണ് മോളെ അമ്മ ഇങ്ങനെ പറയുന്നതെന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞു. ഇനി അവനാണെന്നറിഞ്ഞാൽ സച്ചി അടുത്ത പ്രശ്നത്തിന് പോകും, എനിക്ക് പേടിയായിട്ടാന്ന് പറഞ്ഞു. പക്ഷെ ദേവു അതൊന്നും കേട്ടില്ല. ദേവു അന്നേരം തന്നെ ഫോൺ എടുത്ത് സച്ചിയെ വിളിച്ചു. സച്ചിയെ വിളിച്ചിട്ട് ആൻ്റണി ആണോ രേവതി ചേച്ചിയുടെ ഈ ആക്സിഡൻറ്റിന് പിന്നിലെന്ന് സംശയമുണ്ട് സച്ചേട്ടാ എന്നും പറഞ്ഞു കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അന്തം വിട്ടിങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ശരത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേവു പറഞ്ഞു. അപ്പോൾ സച്ചേട്ടൻ ചെന്ന് അവനെ കാണേണ്ട രീതിയിലൊന്ന് കാണ് എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് ആൻ്റണിയുടെ അടുത്തൊരു ലേഡി വന്നിട്ട് ആൻ്റണി പ്ലീസ് അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് ചോദിക്കുന്നത്, കുറച്ച് ക്യാഷ് താ, ഒരു 1.5 ലക്ഷം രൂപ തന്നു താൻ എന്നെ ഒന്ന് സഹായിക്കാനൊക്കെ പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കാം, എത്ര പലിശ വേണമെങ്കിലും ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞു. അഞ്ജന 6 മാസം മുന്നേ വാങ്ങിയ 50,000 താൻ തന്നിട്ടില്ല, തനിക്ക് വീണ്ടും കാശ് തരാൻ ഞാൻ മണ്ടറാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പലിശ കൃത്യമായി തരുന്നില്ല ആൻ്റണി, ഈ വാങ്ങുന്നതിനും പലിശ കൃത്യമായി തരാമെന്ന് പറയുമ്പം എന്ത് കൃത്യമായിട്ട് തരുന്നുണ്ടെന്ന്, എവിടെ തരുന്നുണ്ടെന്ന്, കഴിഞ്ഞ മാസത്തെ പലിശ ഇതുവരെ തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പലിശ വാങ്ങിക്കാൻ വരുന്ന ഇവനെയൊക്കെ മാസം എത്ര തവണ കയറി ഇറങ്ങിയിട്ടാണ് നീ കാശ് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പ്ലീസ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാശിന് അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേ ഞാനിങ്ങനെ ചോദിക്കുന്നത് ആൻ്റണി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ആൻ്റണി എന്ന് പറയുമ്പോൾ നടക്കില്ല അഞ്ജനെ, നീ ആദ്യം മുൻപ് വാങ്ങിച്ച 50,000 രൂപയും പലിശയും താ, അതിനുശേഷം ആലോചിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു. ഞാൻ തന്നാൽ മതിയോന്നും ചോദിച്ചു. അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ സച്ചിയെ അന്തം വിട്ടിങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ ഇവനൊരു ഫിനാൻഷ്യറോ അല്ലെങ്കിൽ കാശ് തരുന്നവനൊന്നും അല്ല, ഇവൻ കൊടും ക്രിമിനൽ, അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ആ ചേച്ചിയോട് നമ്മുടെ സച്ചി ചോദിക്കുമ്പോൾ നിനക്കെന്താ ഇവിടെ കാര്യം, നീ ഇതിനവിടെ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആൻ്റണി ചൂടായി. സച്ചി ചെന്നില്ലേ, ചെന്നിട്ട് അവരുടെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു. നീ അല്ലേടാ എൻ്റെ രേവതിയെ കൊല്ലാൻ നോക്കിയതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവിടെ ഇരുന്നാൽ പുള്ളിക്കാരി ചാടി എഴുന്നേറ്റ് പേടിച്ച് വിറച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ. വിടറാന്ന് പറഞ്ഞു ആൻ്റണി പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, അദ്ദേഹത്തെ വിട എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ പറയുമ്പം ഇവനോ അപ്പോൾ എന്തൊരു തോന്നിവാസം നിങ്ങളെ കാണിക്കുന്നത്, എന്താ നിങ്ങളുടെ പ്രശ്നമെന്നൊക്കെ അഞ്ജന ചോദിക്കുമ്പോൾ പ്രശ്നം അറിഞ്ഞാലേ നിങ്ങൾ ഇവൻ്റെ മുഖത്ത് കൈ വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്തിനാണ് ആൻ്റണിയുടെ പുറകെ വന്ന് ശല്യം ചെയ്യുന്നതെന്ന് കൂടെയുള്ളതെന്ന് ചോദിച്ചു. ചേട്ടൻ നിന്നെ എന്ത് ചെയ്യടാന്ന് ചോദിക്കുമ്പോൾ നിനക്ക് അറിയണോടാന്ന് ചോദിച്ചു. സച്ചി അവൻ്റെ കുത്തിനും പിടിച്ചു. പ്രതീഷിൻ്റെ വീട്ടിൽ വന്ന് നീ പ്രശ്നം ഉണ്ടാക്കി, എനിക്ക് എത്രയാണ് നഷ്ടമെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പം നഷ്ടമൊന്നും ഉണ്ടായിട്ടല്ലടാ, നിന്റെ ലാഭം കുറഞ്ഞു കാണും, അത്രയും മതിയടാ നിനക്ക്, ഗതികെട്ടവൻ്റെ ചോറല്ലേടാ നീ ഊറ്റി കുടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പം എന്താണ് നിന്റെ പ്രശ്നം, എന്തിനാ എൻ്റെ ഓഫീസിൽ കയറി വച്ച വയ്ക്കുന്നതെന്ന് ചോദിച്ചു ആൻ്റണി. നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോടാ നീ, നിനക്കൊന്നും അറിയില്ലല്ലേടാ എന്നൊക്കെ സച്ചി ഇവനോട് ഇങ്ങനെ ചോദിക്കാം. അത് നിൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരെ കുത്തിന് കയറി പിടിച്ചിട്ട് പറയടാ എൻ്റെ രേവതിയെ കൊല്ലാൻ നോക്കിയാൽ നീ അല്ലേടാ എന്ന് ചോദിച്ചു. അതിൻ്റെ പിന്നിൽ നീ അല്ലേന്ന് ചോദിച്ചു. ഇവന് പേടിച്ച് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നോടുള്ള പക നീ രേവതിയോട് തീർത്തല്ലേടാന്ന് ചോദിച്ചു. അപ്പോൾ വീട് സച്ചി എനിക്കൊന്നും അറിയില്ല, ഞാനല്ല അത് ചെയ്തത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ തന്നെ അത് ചെയ്തത്, നിൻ്റെ കൂടെ നിൽക്കുന്നവന് പോലും നിന്നെ സംശയമുണ്ട്, നീ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അന്നേരം ഞാനല്ല സച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ നീ തന്നെയാണെന്ന് പറഞ്ഞു. ഒറ്റ റെഡിയായിരുന്നു. അപ്പോഴേക്ക് ഈ പെണ്ണുമ്പിള്ള ഇടയ്ക്ക് കയറി വന്നിട്ട് നിങ്ങൾ ആരാ ഗുണ്ടയൊന്നും ചോദിച്ചുകൊണ്ട് സച്ചിയോട് ദേഷ്യപ്പെടും. അപ്പോൾ അദ്ദേഹത്തിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഇടയ്ക്ക് കയറണ്ട, മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇവനെ നിങ്ങൾ ഇടയ്ക്ക് കയറി കൊണ്ടുപോകാൻ നോക്കുമൊന്നും വേണ്ട, അത് നടക്കില്ല എന്ന് പറഞ്ഞു സച്ചി. എന്നിട്ട് അവനെ അവിടെ ഇട്ട് ചീഞ്ച പരുവാക്കി. അപ്പം ഞാനാണ് അവളെ കൊല്ലാൻ നോക്കിയതെന്നുള്ളതിന് എന്ത് തെളിവാടാ ഉള്ളതെന്ന് ആൻ്റണി ചോദിക്കുക. അത് പറയടാന്നും പറഞ്ഞു. ഒരു തെളിവില്ലാതെ ഒരാളുടെ മേലെ കുറ്റം ആരോപിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി നിന്നങ്ങ് സംസാരം അങ്ങ് തുടങ്ങിയിട്ടോ. തെളിവായിട്ട് ഞാൻ വരാടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിനക്ക് കരുതി വെച്ചത് ഞാൻ തരിക തന്നെ ചെയ്യുവടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി. എത്ര കാലം ഇവരെ നിന്നെ സംരക്ഷിക്കുന്ന എനിക്ക് അറിയണോടാന്ന് പറഞ്ഞു. കാണാടാ നമുക്കെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോയപ്പോൾ പോടാ എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റണി അവിടെ നിൽക്കുക കേട്ടോ. ആൻ്റണിക്ക് ഭയങ്കര കലിപ്പ്. അപ്പോൾ ഈ പുള്ളിക്കാരിയാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ സച്ചി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നിന്ന് ആലോചിക്കാം. ആക്സിഡൻറ്റിന് പിന്നിൽ ഒന്നെങ്കിൽ ആൻ്റണി അല്ലെങ്കിൽ അമ്മയുടെ അറിവോടെ ശ്രുതിയും ഇവരിൽ ആരെങ്കിലുമാണ്. ആളെ ചൂണ്ടിക്കാണിക്കാൻ തെളിവ് വേണം, എങ്ങനെ തെളിവ് കണ്ടെത്തും എന്നൊക്കെ സച്ചി ഇങ്ങനെ അവിടെ നിന്ന് ഒരു നിമിഷം ചിന്തിച്ചു. അപ്പോൾ അവൻ എന്ത് പറഞ്ഞിട്ട് പോയെന്ന് നിങ്ങൾ കേട്ടില്ല, അത്രയ്ക്ക് ദേഷ്യം ഉണ്ടാ പോയവന് നിങ്ങളോടെന്ന് ആ പുള്ളിക്കാരി പറയുക. അപ്പോൾ നിങ്ങൾ മുന്നിൽ കയറി നിന്നോണ്ടാ, അല്ലെങ്കിൽ ചേട്ടനെ അവനെ ചവിട്ടി പുറത്തിട്ടാനെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ട പറഞ്ഞപ്പോൾ ഇങ്ങനെ പുകഴ്ത്തുന്നവരെ വിശ്വസിക്കരുത് ആൻ്റണി എന്നീ ചേച്ചി പറഞ്ഞു. ഈ പുകഴ്ത്തിയതല്ല സത്യമാണോ എന്ന് കൂടെ നിൽക്കുന്നവൻ പറയുമ്പോൾ എടാ മിണ്ടായിരിക്കടാ എന്ന് പറഞ്ഞു ആൻ്റണി. താങ്ക്സ് അഞ്ജന.
ഒരു വലിയ പ്രശ്നം ഒഴിവാക്കി തന്നതെന്ന് പറയുമ്പം താങ്ക്സ് ഒന്നും പറയണ്ട, എനിക്ക് കാശ് മതിയെന്ന് പറഞ്ഞപ്പം ഞാൻ നിനക്ക് കാശ് തരാം, പകരം നീ എനിക്കൊരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം സഹായമല്ല ഞാനിപ്പോൾ ചെയ്തത്, ഇനിയും ചെയ്യണോ? ഇത് അവനായിട്ടുണ്ടാക്കിയ ഒരു അവസരമാണെന്നും അത് കളഞ്ഞു കുളിക്കാൻ പാടില്ലല്ലോ എന്നും ആൻ്റണി പറയണു. നീ എൻ്റെ കൂടെ നിന്നാലേ എനിക്ക് അവനെ ജയിലിൽ കിടത്താം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകൾ ഇങ്ങനെ ഇറക്കണം. എന്നിട്ട് ഇവൻ എന്തൊക്കെയോ പദ്ധതികളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അവൻ്റെ പേരിൽ പരാതി കൊടുക്കണമെന്നും അപ്പോൾ നിന്നെ അവൻ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് നീയും കൊടുക്കണം. അപ്പോൾ സ്ത്രീകളെ തൊട്ട കേസ് വേറെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഈ ആൻ്റണി. അവന് ജയിലിൽ പോകേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പം നിനക്ക് കാശ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് നീ ചെയ്യണമെന്ന് പറഞ്ഞു. അവൻ എന്നെ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ലല്ലോ, അതുകൊണ്ട് മർദ്ദിച്ചതിൻ്റെ പരുക്കും അവിടെ ഇല്ലല്ലോ, ചുമ്മാ ഒരു പരാതി എഴുതി കൊടുത്താൽ പോലീസുകാർ വിശ്വസിക്കുമോ എന്നൊക്കെ ഈ പുള്ളിക്കാർ ചോദിക്കുമ്പോൾ വിശ്വസിപ്പിക്കാൻ എന്തൊക്കെ വഴികളാണ് കിടക്കുന്നത് എന്ന് ചോദിക്കുക ആൻ്റണി പെണ്ണിനോട്. നമുക്ക് കയ്യിലും തലയിലും ഒക്കെ ബാൻഡേജ് കെട്ടാം, പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ഇരുന്നാൽ തന്നെ അതിൻ്റെ ഒരു തെളിവും കിട്ടും, ഡോക്ടറുടെ സാക്ഷ്യപത്രമൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം, നിനക്ക് എൻ്റെ കൂടെ ഇത് നിൽക്കാൻ പറ്റുമോ? അപ്പം അഞ്ചന ഓക്കെ അല്ലേന്ന് ചോദിച്ചു. കാശിന് വേണ്ടി എനിക്ക് ഓക്കെ ആണെന്നും പറഞ്ഞു. പക്ഷെ എനിക്ക് പേടി ആൻ്റണി. എന്തിനാണ് പേടിക്കുന്നത്, ഞാനല്ലേ കൂടെയുള്ളത്, ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ നോക്കിക്കോളാം, ധൈര്യമായിട്ട് ഇരുന്നോളാം പറഞ്ഞു. അങ്ങനെ നിനക്ക് എത്ര ലക്ഷമാണ് വേണ്ടതെന്ന് ചോദിച്ചു. 1.5 ലക്ഷം മതിയെന്ന് പറഞ്ഞു. പൈസ മേടിച്ച് പെണ്ണ് പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആൻ്റണി ഇരുന്ന് ആലോചിക്കുക എങ്ങനെ സച്ചിയുടെ പേരിൽ പരാതി കൊടുക്കണമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവിയേട്ടനും ശ്രീകാന്തും കൂടെ അവിടെ ഇരിക്കുന്ന സമയത്ത് അങ്കിള് ചായ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് വന്നു, ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അന്തം വിട്ടിങ്ങനെ നോക്കുമോ ശ്രീകാന്ത്. അപ്പോൾ അങ്കിളെ അച്ഛമ്മയെ കാണുന്നില്ലല്ലോ, എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ, അല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ എത്താൻ ഇത്രയും സമയം വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു ശ്രീകാന്ത്. അപ്പം അങ്ങനെ ചായ കുടിച്ച് നോക്കിയപ്പോൾ നല്ല ചായ, അല്ല ശ്രുതി അടുക്കളയിൽ കയറാറുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛമ്മ പോയതിന് ശേഷം ഇതുവരെ കയറിയിട്ടില്ല എന്ന് വർഷ പറയാം. അതും പറഞ്ഞ് വർഷ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു ഓട്ടോയിൽ നമ്മുടെ കലാവതി അമ്മ. അമ്മ വന്നോന്ന് പറഞ്ഞ് ഓടി ഇവർ ചെന്നു കേട്ടോ. അപ്പോഴത്തേക്കും വർഷ ഇറങ്ങി വന്നു. അച്ഛമ്മയെ സുഖമായിരിക്കുന്നു എന്നും ചോദിച്ചാൽ എന്നും പറഞ്ഞ് അച്ഛമ്മ അകത്തേക്ക് കയറി വരിക. അപ്പോൾ ദേ ഞങ്ങൾ അമ്മയെ കാത്തിരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നു. കയറി വന്നപ്പോഴേക്കും ഇവരെല്ലാവരും ഷോക്ക് അടിച്ചതുപോലെ സ്റ്റക്കായിട്ട് കണ്ണ് മിഴിച്ചിങ്ങനെ നോക്കി നിൽക്കുക. വേറൊന്നുമല്ല, അച്ഛമ്മ എത്തിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി തറ തുടയ്ക്കൽ തുടങ്ങി. ശ്രുതി നിന്ന് തറ തുടയ്ക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എല്ലാവരും അന്തം വിട്ട് നോക്കുക. ശ്രുതി എന്നേരം അച്ഛമ്മ വന്നോ? എന്തൊരു തുടയാണോ, മതി തുടച്ച് വീടിൻ്റെ ടൈലൊക്കെ തേഞ്ഞ് തീരാറാകുന്ന രീതിയിലാണ് തുടയ്ക്കുന്നത്. ആഞ്ഞു തുടയ്ക്കുക. അല്ല ഏട്ടത്തി പാർലറിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചു നമ്മുടെ ശ്രീകാന്ത്. അയ്യോ പോയാൽ ശരിയാകത്തില്ല, 100 കൂട്ടം ജോലി എടുക്കല്ലേ എന്ന് നമ്മുടെ ശ്രുതി. മെടിക്ക് അപ്പോൾ പറഞ്ഞ അനുസരിക്കാനൊക്കെ അറിയാമല്ലേ എന്ന് അച്ഛമ്മ ചോദിച്ചു. അപ്പോൾ അച്ഛമ്മയ്ക്ക് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഹോർലിക്സ് ഇപ്പോൾ കൊണ്ടുവരാവേ എന്നും പറഞ്ഞ് ഇതൊന്ന് തീർത്തോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മോളെ ഇങ്ങനെ തുടച്ചാൽ തറ ഉടഞ്ഞു പോകുവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു കളവൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിന്ന് തുടയ്ക്കുക. എല്ലാവരും ശ്രുതിയെ കളിയാക്കി ചിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. രേവതി മോൾ എന്തിയെന്നൊക്കെ ചോദിച്ചു അച്ഛമ്മ. അകത്തുണ്ട് അച്ഛമ്മേ, ഞാനിപ്പോൾ കോഫി കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പറയാം. അപ്പോൾ ശ്രീകാന്തും വർഷയും കണ്ണും വീഴ്ച ഇങ്ങനെ നിൽക്കുക. എന്തിനാ അവളിങ്ങനെ തനിയെ ഇരിക്കുന്നത്, ശ്രുതി മോള് പോയി വിളിച്ചുകൊണ്ട് വാ എന്ന് അച്ഛമ്മ പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അകത്തേക്ക് പോകുമ്പോൾ എൻ്റെ പൊന്നെ അവൾ ഇതുപോലെ മാറിപ്പോയല്ലോ നമ്മുടെ അച്ഛമ്മ പറയാം. പിന്നെ മാറി. അച്ഛമ്മ റോട്ടിൽ വന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്കും ശ്രുതിയെടുത്ത് വെള്ളവും ബക്കറ്റൊക്കെ ആയിട്ട് ഓടി വന്നതാണെന്ന കാര്യം ശ്രീകാന്ത് പറയാം. അപ്പോൾ എനിക്കറിയില്ലേ അവളെ ഇത്രയും ദിവസം ഒരു ജോലി അവൾ ചെയ്തിട്ടില്ല അല്ലേ, ആ ജോലി മുഴുവനും ഞാൻ അവളെ കൊണ്ട് ഇന്നത്തെ ദിവസം ചെയ്യിക്കുമെന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു. അപ്പോഴത്തേക്കും രേവതി അച്ഛമ്മ എത്തിയോ എന്നും ചോദിച്ചു വന്നു. അച്ഛമ്മ ഇന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ അങ്ങോട്ട് വന്നേനെ എന്ന് രേവതി പറയാം. ഈ വയ്യാത്ത കാലം വെച്ചെന്നൊക്കെ പറഞ്ഞ് രേവതി അച്ഛമ്മയുടെ അടുത്തേക്ക് വരുന്നു. അതായത് ശ്രുതി ഉരുട്ടിക്കൊണ്ട് വരുന്നു. അയ്യോ മോളാകെ ക്ഷീണിച്ചു പോയല്ലോ, മോൾ നേരെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം കഴിക്കുന്നുണ്ട് അച്ഛമ്മേ, ഞാനല്ലേ കൊടുക്കുന്നത് എന്ന് ശ്രുതി അന്നേരം പറയണു. അത് കേട്ടപ്പോഴും ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. അതാണ് എൻ്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോയതല്ലേ എന്ന് അച്ഛമ്മ. നീ ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടെന്ന് ഇവരെന്നോട് പറഞ്ഞു എന്ന് അച്ഛമ്മ പറയുമ്പം എന്നും പറഞ്ഞ് ചിരിച്ച് ഇവർ കാണിക്കുക. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇവരെ നോക്കുക പേടിച്ചിട്ട്. അയ്യോ കറി അടുപ്പത്തുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി ഓടാൻ നോക്കുമ്പോൾ അതെ കറികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി, അടുപ്പത്ത് ഇപ്പം കറിയേ ഇല്ല എന്ന് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു. രേവതിയൊക്കെ ഇങ്ങനെ മൂക്ക് പൊത്തി പിടിച്ച് ചിരിക്കാം. അയ്യോ നിങ്ങളോട് ആരതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കില്ലേ എന്ന് ശ്രുതി ചോദിക്കുക. പപ്പടം കാച്ച, എന്തെങ്കിലും ജോലി ചെയ്തെങ്കിൽ എനിക്ക് മനപ്രയാസം തോന്നും എന്നൊക്കെ പറയുമ്പോൾ അതെ പപ്പടവും കാച്ചെന്ന് ശ്രീകാന്ത് അന്നേരം പറയാം. പപ്പടവും കാച്ചി വെച്ചോ, വർഷയാ കാച്ചിയത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക നമ്മുടെ ശ്രുതി ചേച്ചി. വർഷ അടുക്കളയിലൊക്കെ കയറാൻ തുടങ്ങിയോ, എന്നെ സഹായിക്കും അച്ഛമ്മേ ചെറുതായിട്ടൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി
നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിലേ ആ ഫ്രിഡ്ജിൽ കുറച്ച് പൂക്കളുണ്ട്, അതിങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു രേവതിയെ. അപ്പം എപ്പോൾ എടുത്തുകൊണ്ട് വരാം? ആ പൂ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത്രയും പൂ മതിയോ? അപ്പം എൻ്റെ ശ്രുതി മാല കെട്ടാൻ പൂ മാത്രം പോരല്ലോ, വാഴനാരും കൂടി വേണ്ടേ എന്ന് ചോദിച്ചു. ഓ അത് വേണമല്ലേ, വാഴനാരും വേണോ? അല്ല അതെവിടെ വെച്ചേക്കുന്നേ? അതും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതും ഫ്രിഡ്ജിലാണോ? അങ്ങനെ ഭയങ്കര ദയനീയമായിട്ട് അല്ലെങ്കിൽ ഭയഭക്തി ബഹുമാനത്തോടെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ നിന്ന് വാഴനാരും പൂവും അതും ഇതെല്ലാം എടുത്ത് അച്ഛമ്മയുടെ മുന്നിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക, ഭയങ്കര നല്ല കുട്ടിയായിട്ട്. അങ്ങനെ നമ്മുടെ ഉടായ്പ ശ്രുതി സകല ഉടായ്പകളും അച്ഛമ്മയുടെ മുന്നിലിരുന്ന് കാണിക്കുകയും മറ്റുള്ളവർ കണ്ണും മെഴിച്ചും കളിയാക്കി ചിരിച്ചും ഒക്കെ ഇരിക്കുകയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുക. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.